ഹലോ ഫ്രണ്ട്സ്, എക്കണോ ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ എക്കോണമി 1950 to 1990 സെക്കൻഡ് പാർട്ടാണ്. സോ വെൽക്കം ടു ഓൾ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഗ്രികൾച്ചർ സെക്ടറാണ് നോക്കിയത്. ലാൻഡ് റിഫോംസ് എന്താ, ഗ്രീൻ റവല്യൂഷൻ എന്താ, അതിൻ്റെ ലിമിറ്റേഷൻസ്, അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എബൌട്ട് സബ്സിഡീസ് ആണ്. സോ ആദ്യത്തെ പോയിന്റ് നോക്കൂ. സബ്സിഡി ഇൻ അഗ്രികൾച്ചർ മീൻസ് ടു പ്രൊവൈഡ് നെസസറി അഗ്രികൾച്ചറൽ ഇൻപുട്സ് ലൈക്ക് സീഡ്സ്, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസേഴ്സ്, ഫാം ഇംപ്ലിമെൻറ്റ്സ് അറ്റ് എ ലോ റേറ്റ് ടു ദി ഫാർമേഴ്സ് ബൈ ദി ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് കർഷകർക്ക് കുറഞ്ഞ വിലയിൽ എന്തൊക്കെ നൽകുന്നു? വിത്തുകൾ, കീടനാശിനി, വളം, കൃഷിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ കുറഞ്ഞ പൈസയ്ക്ക് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ സബ്സിഡി എന്ന് പറയുക. അപ്പോൾ ഈ ഒരു സംഭവം 1950 to 1990 അഗ്രികൾച്ചർ സെക്ടറിൽ സബ്സിഡികൾ കൊണ്ടുവന്നു. അപ്പോൾ സബ്സിഡിക്ക് എതിരെയും സബ്സിഡിയെ അനുകൂലിച്ചും ഒരുപാട് ആർഗ്യുമെൻറ്റ്സ് ഉയർന്നു വന്നിട്ടുണ്ട്. ആദ്യം പറയുന്നത് ആർഗ്യുമെൻറ്റ്സ് എഗെയിൻസ്റ്റ് സബ്സിഡിയാണ്. സബ്സിഡി വേണ്ട എന്ന് പറയുന്നവരുടെ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മേജർ പാർട്സ് ഓഫ് സബ്സിഡി ഗോസ് ടു ദ റിച്ച് ഫാർമേഴ്സ്. അതായത് സബ്സിഡി വേണ്ട എന്ന് പറയാൻ കാരണം കൂടുതൽ ഭാഗം സബ്സിഡിയും പോകുന്നത് റിച്ച് ആയിട്ടുള്ള പണക്കാരായിട്ടുള്ള കർഷകർക്കാണ്. മാർജിനൽ ഫാർമേഴ്സിൻ്റെ അടുത്തേക്ക് ഈ സബ്സിഡി എത്തുന്നില്ല എന്നാണ് ഒരു കാരണം പറയുന്നത്. പിന്നീട് പറയുന്നത് എ സബ്സ്റ്റൻഷ്യൽ പാർട്ട് ഓഫ് സബ്സിഡി ഗോസ് ടു ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി ആൻഡ് നോട്ട് ടു ദ ഫാർമേഴ്സ്. അതായത് സബ്സിഡിയുടെ ഒരു വലിയ ഭാഗവും പോകുന്നത് വലിയ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രികളിലോട്ടാണ്, കർഷകരിലേക്ക് എത്തുന്നില്ല അതിൻ്റെ ഗുണം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ദ സബ്സിഡി എമൗണ്ട് കുഡ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി പുവർ പീപ്പിൾ. അതായത് ഇങ്ങനെ കർഷകർക്ക് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിൽ ഈ ഒരു സബ്സിഡി എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് സാധാരണക്കാരായ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ള ഒരു കാരണം കൂടി അവർ പറയുന്നുണ്ട്. അതായത് സബ്സിഡിക്ക് എതിരെയുള്ള വാദങ്ങളാണ് ഇത് മൂന്നെണ്ണം. നെക്സ്റ്റ് നോക്കാം, ആർഗ്യുമെൻറ്റ്സ് ഫോർ സബ്സിഡി. സബ്സിഡി വേണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങളാണ്. മെജോറിറ്റി ഓഫ് ഫാർമേഴ്സ് ആർ പുവർ ആൻഡ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഈസ് എ റിസ്കി ബിസിനസ്. അതായത് ഇന്ത്യയിൽ കർഷകരൊക്കെ ഏറെക്കുറെ പാവപ്പെട്ട കർഷകരാണ്. കൂടാതെ തന്നെ ഇന്ത്യയിൽ കൃഷി എന്ന് പറയുന്നത് ഒരു റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് അല്ലേ. കാലാവസ്ഥ, അങ്ങനെ പല പ്രതികൂല ഘടകങ്ങളുണ്ട്. സോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ സബ്സിഡി വേണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ, ഇന്ത്യയിൽ മെജോറിറ്റി ഫാർമേഴ്സും മാർജിനൽ ആൻഡ് സ്മോൾ ഫാർമേഴ്സാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു അഗ്രികൾച്ചർ ഇൻപുട്സ് ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിക്കണമെങ്കിൽ സബ്സിഡി കൂടാതെ കഴിയുന്നില്ല എന്നുള്ളതും ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. മറ്റൊന്ന് പറയുന്നത്, നമുക്ക് സബ്സിഡി ഇല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സിഡി കൊടുക്കുന്നത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റിച്ചായിട്ടുള്ള കർഷകർക്കും പുവറായിട്ടുള്ള കർഷകർക്കും ഇടയിൽ വലിയൊരു അസമത്വം ഉണ്ടാവും. അതായത് റിച്ചായവർ റിച്ചായിട്ടും പുവറായവർ പുവറായിട്ടും തന്നെ നിലനിൽക്കും. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് സബ്സിഡി എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്തതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 4 കാരണങ്ങൾ കൊണ്ടാണ് സബ്സിഡി വേണം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് ആണ്. 1950 മുതൽ 1990s വരെ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയും ട്രേഡും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഒരു എക്കോണമിയുടെ വളർച്ചയും ഡെവലപ്മെൻറ്റും ഒക്കെ സാധ്യമാവണമെങ്കിൽ ആ ഒരു രാജ്യത്തിന് ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖല ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മുടെ കൃഷിയെ അപേക്ഷിച്ച് കൂടുതൽ സ്ഥിരതയുള്ള തൊഴിൽ സാധ്യത നൽകുന്ന ഒന്നാണ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇൻഡിപെൻഡൻസിൻ്റെ ടൈമിൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ബേസ് വളരെയധികം ചെറുതായിരുന്നു. ബ്രിട്ടീഷുകാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ കുറച്ചൊക്കെ ഇൻഡസ്ട്രീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്ത്യക്ക് പറയാൻ തക്ക വിധം ഒരു ഇൻഡസ്ട്രിയൽ ബേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷം ലീഡേഴ്സൊക്കെ ഇൻഡസ്ട്രിയൽ ബേസ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരുപാട് സ്റ്റെപ്പുകൾ എടുക്കുകയുണ്ടായി. നെക്സ്റ്റ് ടോപ്പിക്ക്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്. സ്വതന്ത്ര സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ചോദ്യമായിരുന്നു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് പബ്ലിക് സെക്ടറിൻ്റെയും പ്രൈവറ്റ് സെക്ടറിൻ്റെയും റോൾ എന്തായിരിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ഡിസിഷൻ മേക്കേഴ്സ് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു പബ്ലിക് സെക്ടർ, ഗവൺമെൻറ് റോള് വരുന്ന ഒന്നാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായ ക്യാപിറ്റൽ അന്നത്തെ ഇന്ത്യൻ ഇൻഡസ്ട്രിയലിസ്റ്റിൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാൻ തരത്തിലുള്ള വലിയ മാർക്കറ്റൊന്നും ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. മറ്റൊരു കാരണം പറയുന്നത് നമ്മൾ ഈ സോഷ്യലിസ്റ്റ് സിസ്റ്റം അല്ലേ, ഗവൺമെൻറ്റിന് ഡോമിനൻ്റ് റോളുള്ള ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റം ആയിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പ്രൈവറ്റ് സെക്ടറിന് ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 കാരണങ്ങളാണ് നമ്മൾ പബ്ലിക് സെക്ടർ ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫേവർ ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി IPR 9056 വരികയാണ്, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 9056. ഇത് പ്രകാരം 3 തരത്തിൽ നമ്മുടെ ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഒന്ന് പൂർണ്ണമായിട്ടും സ്റ്റേറ്റിൻ്റെ ഓണർഷിപ്പിലുള്ളവ, രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറുണ്ട്, ഗവൺമെൻറ്റും പ്രൈവറ്റ് സെക്ടറും കൂടെ വരുന്നത്. മൂന്നാമത്തേതെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പ്രൈവറ്റ് സെക്ടറിൻ്റെ കയ്യിലാണ്, പക്ഷേ അതിനൊരു ഗവൺമെൻറ് കൺട്രോൾ ഉണ്ടായിരിക്കും, ലൈസൻസ് രൂപത്തിലൊക്കെ കൺട്രോൾ ഉണ്ടായിരിക്കും. ഈ 3 രീതിയിൽ തിരിച്ചിട്ടുണ്ടായി നമ്മുടെ ഇൻഡസ്ട്രീസിനെ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ലൈസൻസിങ് കൊണ്ടുവന്നപ്പോൾ എക്കണോമിക്കലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന റീജിയൻസിനൊക്കെ അത് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും എല്ലായിടങ്ങളിലും ഇൻഡസ്ട്രീസ് തുടങ്ങാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു ഏരിയ മാത്രം ബാക്കോട്ട് നിൽക്കുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന റീജിയണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിന് ടാക്സിൽ കൺസെഷൻ കൊടുത്തു. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി സബ്സിഡി, ഇൻപുട്ടിനൊക്കെ സബ്സിഡി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയുണ്ടായി. കൂടാതെ തന്നെ ദ പർപ്പസ് ഓഫ് ദിസ് പോളിസി വാസ് ടു പ്രൊമോട്ട് റീജിയണൽ ഈക്വാളിറ്റി ഇൻ ഇന്ത്യ. അതായത് ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ഒരു റീജിയണൽ ഈക്വാലിറ്റി, എല്ലാ പ്രദേശത്തെ ഒരു സമത്വം നിലനിർത്തുക എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയാണ്, ചെറുകിട വ്യവസായം. അതായത് സ്മോൾ സ്കെയിൽ, ലാർജ് സ്കെയിൽ, മീഡിയം സ്കെയിൽ എന്നൊക്കെ ഇൻഡസ്ട്രീസിനെ തരംതിരിക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിനനുസരിച്ചാണ്. അപ്പോൾ കുറഞ്ഞ തുകയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രികളെയാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുക. അങ്ങനെ ഒരു കാർവേ കമ്മിറ്റി 1955 വരികയാണ്. അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വരുന്നത്. ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് വന്നു കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിൽ ഡെവലപ്മെൻറ്റും എംപ്ലോയ്മെൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ പറയുകയുണ്ടായി. ആ ഒരു കാർവേ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് പ്രകാരം എന്ത് ചെയ്തു, ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രികൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആയിട്ട് എന്ത് ചെയ്തു, റിസർവ് ചെയ്ത് വെച്ചു. ആ ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ടാക്സിൽ ഇളവ് കൊടുത്തു, ടാക്സിൽ നിന്നും എക്സെപ്ഷൻസ് കൊടുത്തു. അതുപോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണുകളൊക്കെ കൊടുക്കുകയുണ്ടായി. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. 1950s ഇത് 5 lakh ആയിരുന്നു, 5 ലക്ഷമായിരുന്നു. ഇപ്പോഴത് 10 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി കുറച്ച് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. നമുക്കറിയാം, കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ലേബർ ഇൻറ്റൻസീവാണ് അല്ലേ, കൂടുതൽ. അതുകൊണ്ട് തന്നെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അത് തരുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ഇറക്കുമതിയിൽ കൂടുതൽ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ വലിയ പൊല്യൂഷനൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലിയാണ്. കൂടാതെ റൂറൽ ഡെവലപ്മെൻറ്റിനും ഇത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക് ട്രേഡ് പോളിസി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷനാണ്. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികളും ഊന്നൽ നൽകിയിരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനെ എങ്ങനെ റീപ്ലേസ് ചെയ്യാമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ഇൻഡസ്ട്രികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ കൊണ്ടുവരികയാണ്. പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റ് രാജ്യത്തെ ഇൻഡസ്ട്രികളുടെ കോമ്പറ്റീഷനിൽ നിന്നും ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ താരിഫ്, കോട്ട എന്ന് പറയുന്നതൊക്കെ നടപ്പിലാക്കുകയുണ്ടായി. താരിഫ് എന്ന് പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തുന്ന നികുതിയാണ്. അതുപോലെ തന്നെ കോട്ട എന്ന് പറയുന്നത് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റിക്കൊരു ലിമിറ്റ് വെച്ചു, അതിനെയാണ് കോട്ട എന്ന് പറയുന്നത്. ഇതൊക്കെ പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. ഇതെല്ലാം തന്നെ എന്തിനാണ് നടപ്പിലാക്കുന്നത്, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇഫക്ട്സ് ഓഫ് പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്.
നമ്മൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പോളിസീസ് നടപ്പിലാക്കി. അപ്പോൾ ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികൾ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഉണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് എന്നാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും GDP-യിലോട്ടുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷനിൽ വർധനവുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുണ്ട്. അതുപോലെ സ്മോൾ സ്കെയിൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസുകളൊക്കെ ഡെവലപ്പ് ചെയ്തു. അതുവഴി ഒരുപാട് ജോബുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇൻഡിജീനിയസ് ഇൻഡസ്ട്രീസുകളുടെയൊക്കെ വളർച്ച മറ്റൊരു അച്ചീവ്മെൻ്റായിട്ടും പറയാം. ഏതൊരു കാര്യത്തിനും പോസിറ്റീവ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്സും ഉണ്ട്. ഒന്ന് പറയുന്നത് ലൈസൻസ് രാജ് കൊണ്ടുവന്നത് ചില ഫേംസുകളൊക്കെ കൂടുതൽ എഫിഷ്യൻ്റ് ആവുന്നതിൽ നിന്നും തടഞ്ഞു എന്നുള്ളതാണ്. മറ്റൊരു കാരണം പറയുന്നത് ഇറക്കുമതിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയിലെ കൺസ്യൂമേഴ്സിന് ഇന്ത്യക്കാരെന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് വാങ്ങേണ്ട ഒരവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ പോളിസി ഓഫ് പ്രൊട്ടക്ഷൻ്റെ അഡ്വാൻറ്റേജസ് ഉപയോഗിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സ് ഒരുപാട് നമ്മുടെ രാജ്യത്തെ കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന ഒരു കാരണം ലൈസൻസ് കൊണ്ടുവന്നപ്പോൾ അത് റെഡ് ടാപ്പിസം, കറപ്ഷൻ, അഴിമതിക്കൊക്കെ കാരണമായി. കാരണം എല്ലാവരും കൈക്കൂലിയൊക്കെ നൽകിയിട്ട് ലൈസൻസ് നേടുന്നൊരു രീതിയിലേക്ക് മാറി. പിന്നെ ഒരുപാട് ഇൻഡസ്ട്രീസ്, ടെലികമ്മ്യൂണിക്കേഷൻ, എയർലൈൻസ്, ഇൻഷുറൻസ് ഇവയൊക്കെ ഗവൺമെൻറ്റിന് മാത്രം മോണോപോളി ഉള്ള ഒന്നായിട്ട് മാറി. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ടുവന്നത് പ്രൈവറ്റ് ഇനീഷ്യേറ്റീവ്സിനോ എൻ്റർപ്രൈസസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ എങ്ങനെയായിരുന്നു 1950 മുതൽ 1990 വരെ എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.